എന്നെ 14-15 വയസ്സുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്ന മുസ്ലിം ബാലൻ വിളിക്കുകയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, ചേട്ടാ, നമ്മുടെ ഇന്ത്യൻ പതാകയുടെ നിറത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാനത് സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങൾ എന്ന് സ്കൂളിലെ ടീച്ചർമാര് പറഞ്ഞു. ഞാനപ്പോ ആ പയ്യന്, ആ മിടുക്കനായ പയ്യൻ, എനിക്കൊന്ന് പാലക്കാടാണ് പഠിക്കുന്നത്, അവിടെ പഠിക്കുന്ന ആ പയ്യന് ഇന്ത്യൻ കൊടിയുടെ അർത്ഥവും അതിന്റെ ചരിത്രവും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുന്നതാണ്. 1921 അടക്കമുള്ള സമയങ്ങളിൽ, അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ കൊടിയുടെ ചരിത്രം എങ്ങനെ മാറി തുടങ്ങിയ കൗതുകമുള്ള കാര്യങ്ങളാണ്. ആ മുസ്ലിം ബാലനോടുള്ള എൻ്റെ കോൺവെർസേഷനാണ്. വളരെ ബ്രില്യൻ്റ് ആയ പയ്യനാണ്. ഇതുപോലെ നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും നല്ല ചോദ്യങ്ങൾ ചോദിക്കണം. മഹാത്മാഗാന്ധി നമ്മുടെ കൊടിയെ കണ്ടത് എങ്ങനെയാണ് എന്നാണ് ഞാൻ ആ ബാലനോട് ചൂണ്ടിക്കാട്ടുന്നത്. എവിടെന്നാ വിളിക്കുന്നത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഈ പാലക്കാട് ജില്ലയില് കൊപ്പം പഞ്ചായത്തില് പ്രഭാപുരം എന്ന് പറഞ്ഞ സ്ഥലം. പേരെന്തുവാ? എന്റെ മുഹമ്മദ് സഹൽ. ഓക്കെ, ശരി. മുഹമ്മദ്, ഈ പറയുന്നത് ഞാൻ ഡോക്യുമെന്റ് ചെയ്തെടുക്കുന്നതിന് വിരോധമില്ലല്ലോ? ഞാനേ ഇത് ഡോക്യുമെന്റ് ചെയ്തെടുക്കട്ടെ? റെക്കോർഡ് ചെയ്യാൻ അതാ ഉദ്ദേശിച്ചത്? അതെ. ഓ, ധൈര്യമായിട്ട് ചെയ്തു. ശരി, ഓക്കെ. കാര്യം എന്താ അറിയാം, അവള് ചോദിച്ചിട്ടേ ചെയ്യാവൂ. മോൻ 12ാം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? പ്ലസ് ടു 12. ശരി, അപ്പൊ എന്താ ഈ ഫ്ലാഗിനെ കുറിച്ച് സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പം ചോദ്യം എന്തുവായിരുന്നു? ഫ്ലാഗ് സാറ് വ്യാഖ്യാനിക്കണ്ടല്ലോ, കളർ കോഡ് മതങ്ങളായിട്ട് കണക്റ്റഡ് ആണെന്ന്. അത് അങ്ങനെ അല്ലാന്നാണ് ഞാൻ ചോദിച്ച സാറുമാരൊക്കെ അങ്ങനെ പറയണത്. പിന്നെ ധാര പറഞ്ഞു ചോദിച്ചപ്പോ സാറിന്റെ പേര് പറഞ്ഞപ്പോ ഒന്നും വിചാരിക്കരുത്, സാറുമാർക്ക് അത്ര താല്പര്യമില്ല. എനിക്ക് ആ സാറുമാരോട് പറയണം, രാഹുൽ ഈശ്വർ അല്ല, സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോ അവര് സമ്മതിക്കണില്ല. കാരണം ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയ സമയത്ത് ക്രിസ്ത്യൻസ് പറഞ്ഞ വെറും 2% ഉള്ളൂ എന്നാ പറഞ്ഞു. ഇപ്പോഴും അത്രേ ഉള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരു കളർ കോഡ് കൊടുക്കുമെന്നാണ് അവർ ചോദിക്കുന്നത്. അവർക്ക് വേണ്ടി അങ്ങനെ കളർ കോഡ് കൊടുത്തു എന്ന് മാത്രമല്ല, ഈ 2% ക്രിസ്ത്യാനികളുടെ വെള്ള നിറം ഏറ്റവും മുകളിൽ വരണമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. മഹാത്മാഗാന്ധി പറഞ്ഞത് വെള്ള കളർ മുകളിൽ, അതായത് ഇന്ത്യയിലെ ആദ്യ സ്ഥാനവും പ്രയോറിറ്റിയും പ്രാധാന്യവും നമ്മൾ കൊടുക്കേണ്ടത് ക്രിസ്ത്യാനികൾക്കും നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്കും. ക്രിസ്ത്യാനികള്, പാഴ്സികള്, ജൂതന്മാര്, നമ്മുടെ നാട്ടിലുള്ള അങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങൾ. രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റേ ക്രിസ്ത്യാനികളാണല്ലോ ഏറ്റവും ന്യൂനപക്ഷം. പിന്നീട് വരുന്ന സ്ഥാനം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക്. അവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വവും അവസാന സ്ഥാനവും ഞങ്ങൾ ഹിന്ദുക്കൾക്ക്. കാര്യം ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പം തിരിച്ചു തന്നെ മോന്റെ മൊബൈലൊക്കെ ഉണ്ടല്ലോ, ഇത് മൊബൈലിൽ മറ്റേ ചാറ്റ് GPT ഒക്കെ ഉണ്ടോ? ചാറ്റ് GPT പോയി ചോദിക്കുക, ഇങ്ങനെ മഹാത്മാഗാന്ധി ഏപ്രിൽ 13, 1921 ഏപ്രിൽ 13, 1921 പറഞ്ഞു. ഒരു കാര്യം, ഈ 1921 ഏപ്രിൽ 13 അതാണല്ലോ ഡേറ്റ്. ഈ ഏതോ ഒരു സ്റ്റേറ്റിലെ പിങ്കാളി വെങ്കയ്യ അങ്ങനെ ആരോ ആണല്ലോ പിങ്കാളി വെങ്കയ്യ നമ്മുടെ മുസലിപട്ടണം ആന്ധ്രാക്കാരൻ, പഴയ ആന്ധ്രാക്കാരനായിരുന്നു. മുസലിപട്ടണത്തു നിന്നുള്ള ഒരാളാണ് പിങ്കാളി വെങ്കയ്യ. ഇദ്ദേഹം പലതവണയായിട്ട് മഹാത്മാഗാന്ധിയോട്, നമ്മുടെ രാഷ്ട്രപിതാവിനോട്, ഇന്ത്യക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു ഫ്ലാഗ് വേണം, കൊടി വേണമെന്ന് പലതവണയായിട്ട് പറയുന്നുണ്ട്. അപ്പം മഹാത്മാഗാന്ധി അന്നത്തെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പരിപാടിക്ക് ഇത് കാര്യമായിട്ട് ടേക്കപ്പ് ചെയ്യുകയും, ഇനിയും മഹാത്മാഗാന്ധിക്ക് പറ്റിയൊരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഗാന്ധിജി തന്നെ സമ്മതിക്കുന്നത്. ആദ്യം ഗാന്ധിജി ഒരു കാവി എന്ന് പറഞ്ഞാൽ കൃത്യം പറഞ്ഞാൽ റെഡിഷ് ഓക്ര എന്നാണ് പേര്. ഐ മീൻ സ്വാമി വിവേകാനന്ദന്റെ ഒക്കെ ഇടുന്നൊരു ഡ്രസ്സ് കണ്ടിട്ടില്ലേ, കാവിയും ചുവപ്പും കൂടെ ഒക്കെ കലർന്നു. അതാണ് സന്യാസിമാരിടുന്നത്. അത് ഗാന്ധിജി ഹിന്ദുക്കൾക്കും പച്ച മുസ്ലിങ്ങൾക്കും എന്ന് പറഞ്ഞ് ആദ്യം ഒരു ഫ്ലാഗ് ഡിസൈൻ ചെയ്തു. അപ്പോ ഒരു മുസ്ലിം പണ്ഡിതനായ മൗലാന മുഹമ്മദ് അലി എന്നാണ് പേരെന്നാണ് എൻ്റെ ഓർമ്മ. മൗലാന അലി എന്തായാലും ഉണ്ട്. മൗലാന അലി ഗാന്ധിജിയോട് പറയും, മഹാത്മാവേ, നമ്മൾ രണ്ടും മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനികളും ബാക്കി ന്യൂനപക്ഷങ്ങളും ഒക്കെ ഇല്ലേ, അപ്പം അവർക്കും കൂടെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു കളർ വേണം. ഗാന്ധിജി ആദ്യം ഇത് ഓർക്കുന്നില്ല. അപ്പം ഗാന്ധിജി പിന്നീട് എഴുതുന്നുണ്ട്, എനിക്ക് തെറ്റ് പറ്റിയതാണ്, ഞാൻ അതായത് ആ വെള്ള കളർ ആഡ് ചെയ്യാൻ ഞാൻ വിട്ടുപോയത് എന്റെ തെറ്റാണ്. ഞാനന്ന് AICC സമ്മേളനത്തിന് താമസിച്ചാണ് എത്തിയത്, അത് നന്നായി.
കാര്യം അതുകൊണ്ട് ഞാൻ ഈ കാവിയും പച്ചയും മാത്രമുള്ള ഫ്ലാഗ് അവതരിപ്പിച്ചില്ല. പിന്നീട് ഞാൻ കാവി എവിടെ വെച്ചാണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പം തന്നെ നോക്കി പറയാമല്ലോ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ AICC സമ്മേളനം, ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ ഇതിൽ ഈ മോനെ ചോദിക്കുന്ന ചോദ്യം വളരെ നല്ലതാണ് കേട്ടോ. കാര്യം എന്താ അറിയാമോ, ഇതേപോലെ ആരും പറയുന്നത് നമ്മൾ വിശ്വസിക്കണ്ട, ക്രോസ് ചെക്ക് ചെയ്തു. അതന്നെ ഞാനിത് സാറുമാർക്ക് ചോദിച്ചപ്പോ എന്താണെന്നറിയോ, സാറുമാരൊക്കെ സാറിന് നല്ല മതിപ്പാണ്, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും, മിടുക്കനാണ്. പക്ഷെ ഡിബേറ്റ് കാണുമ്പോൾ സാറിന് അത്ര താല്പര്യമില്ല. സാർ ഈ 30 സെക്കൻഡ് 1 മിനിറ്റ് എന്നൊക്കെ പറയില്ലേ, എന്താണെന്നറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതെന്താ അറിയാമോ, സാറുമാരും ഞങ്ങളും എല്ലാം ഇത് എനിക്കും ആദ്യം പഠിച്ചപ്പോ ഒരുപാട് തവണ ഞാൻ വീണ്ടും വീണ്ടും ഇത് ശരിയാണോ എന്ന് നോക്കി. എനിക്ക് തോന്നുന്നു അന്ന് വിജയവാഡ അന്ന് വിജയവാഡയാണെന്ന്, ബസ്വാദ അതായത് ആന്ധ്രാപ്രദേശ് ബസ്വാദ അല്ലെങ്കിൽ വിജയവാഡ. ഏപ്രിൽ 13 ബസ്വാഡയിലുള്ള സമ്മേളനം, വിജയവാഡ സമ്മേളനത്തിലാണ് ഗാന്ധിജി ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞതായി പറയുക, അല്ലെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ചൊരു അങ്ങനെ തന്നെ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഹിസ്റ്ററി അങ്ങനെ അല്ല, എന്താ അറിയാമോ, ഇതേ എനിക്ക് കള്ളം പറയാൻ പറ്റുമോ? ഞാനൊരു ഡേറ്റും തീയതിയും ഗാന്ധിജി എഴുതിയ കാര്യങ്ങളും കൂടെ വെച്ചല്ലേ പറയണേ. നമുക്കൊരു കാര്യം ചെയ്യാം. ആത്മകഥയിൽ എഴുതിയിട്ടുണ്ടോ? അല്ല, ഗാന്ധിജി യങ് ഇന്ത്യ ഗാന്ധിജി സ്വന്തമായിട്ട് ഹരിജൻ, നമ്മുടെ പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഹരിജൻ എന്നൊരു പ്രസിദ്ധീകരണം നടത്തിയിരുന്നു. അതോടൊപ്പം ഗാന്ധിജി നടത്തിയിരുന്ന ഇംഗ്ലീഷിലെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് യങ് ഇന്ത്യ. അതില് സാക്ഷാൽ മഹാത്മാഗാന്ധി എഴുതിയ ഇതാണ് കാവി അല്ലെങ്കിൽ കുങ്കുമം, വെള്ള പച്ച, ഇത് മതസൗഹാർദ്ദത്തിന്റെ കൊടിയാണ് എന്ന്. മോൻ എമ്പുരാൻ കണ്ടോ? എമ്പുരാനില് ഒരൊറ്റ ഡയലോഗ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. അത് ഈ മുന്ന എന്ന് പറയുന്ന വില്ലനോട് ബാബു ബജറംഗി എന്ന വില്ലൻ പറയുന്നതാണ്. ആദ്യമത്തെ ഡയലോഗ് എനിക്ക് പച്ചയെ ഇഷ്ടമല്ലെന്ന് ആയിരുന്നു. അതായത് നമ്മുടെ നാട്ടിൽ ഈ മുസ്ലിം വിരോധം കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഡയലോഗ്. നമ്മുടെ നാട്ടില് എല്ലാ മതങ്ങളോടും വിദ്വേഷമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം അതേപോലെ ഹിന്ദുക്കളില് തീവ്ര മുസ്ലിം വിരോധമുള്ളവരുണ്ട്, മുസ്ലിങ്ങളിൽ തീവ്ര ഹിന്ദു വിരോധമുള്ളവരുണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിരോധമുള്ളവരുണ്ട്. അങ്ങനെ അതാണ് പ്രശ്നം. നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന വലിയ കാര്യമാണ്. ഈ ഇസ്ലാമോഫോബിയ ബാധിച്ച ചില ആൾക്കാര് അപ്പൊ അതില് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ബാബു ബജറംഗി ഒക്കെ പറയുന്നുണ്ട് ഇതാണെന്ന്, മറ്റേ പച്ചയാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. അപ്പൊ നമ്മുടെ അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയുന്നത്, അത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണെന്നല്ല, മുസ്ലിങ്ങളെ തന്നെയാണ് പറയുന്നത്. അത് കാര്യം അങ്ങനെ ഈ മുസ്ലിം വിരോധം മൂത്താണ് ഏറ്റവും നല്ല ഹിന്ദു വിശ്വാസിയായ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്നത് ഗോഡ്സെ. പക്ഷെ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇത് ഈ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ സീൻ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാക്കിയത് BJP-കാരല്ലേ? ആരും അങ്ങനെ ആ സീൻ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നില്ല. കാര്യം അത് സെൻസർ ബോർഡ് ആദ്യമേ ഇത് മാറ്റണമെന്ന് പറഞ്ഞു. സെൻസർ ബോർഡ് മാറ്റിയിട്ട് മറ്റെന്താ പറയണേ മാറ്റിയിട്ട് കൊണ്ടുവന്നതാ. പിന്നീട് ഈ വിവാദം ഉണ്ടായപ്പോൾ സെൻസർ ബോർഡിന്റെ രേഖകൾ വെളിയിൽ വന്നു. ആ രേഖകളിൽ നിന്നാണ് ഇത് വന്നത്. ഏപ്രിൽ 13 1921 ഇന്ത്യയിലാണ് മഹാത്മാഗാന്ധി ഇത് എഴുതിയത്. അതായത് കൃത്യം ഞാന് മോനൊരു കാര്യം ചെയ്യണം. ChatGPT പോയിട്ട് ക്യാൻ യു ഗിവ് മീ ദി എക്സാക്ട് കോട്ട്, ഗാന്ധിജി പറഞ്ഞ എക്സാക്ട് കോട്ട് ഏപ്രിൽ 21 ഏപ്രിൽ 13 1921 പറഞ്ഞ സാധനം എന്താണെന്ന് ഒന്ന് തരാൻ പറയണം, ആ എക്സാക്ട് കോട്ട്. പക്ഷെ ഒരു സംശയം കൂടി, ഈ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാലേ വാട്ട് ആർ ദി മീനിങ് ഓഫ് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് സെർച്ച് ചെയ്ത് അതിനുശേഷം എന്ത് പറ്റിയെന്ന് പറഞ്ഞാല്, അത് നമ്മുടെ നെഹ്റുജിയും പിന്നീട് നമ്മുടെ ഈ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നല്ല ആൾക്കാർ നല്ല ഉദ്ദേശത്തോടുകൂടെ ഈ സമുദായങ്ങളെന്ന് മാറ്റാം, പകരം ഓരോ മൂല്യങ്ങൾ മാത്രമാക്കാന്ന് വിചാരിക്കുന്ന. ഞാൻ സിമ്പിളായിട്ട് പറയാം, മോനൊന്ന് ഓർത്തിരുന്നാൽ മതി. മുസ്ലിം ലീഗിന്റെ പതാകയിൽ ഏറ്റവും പ്രോമിനന്റ് ആയ കളർ ഏതാ? പച്ച. നമ്മൾ ഹിന്ദു സന്യാസിമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കളർ ഏതാ? കാവി. നമ്മുടെ ക്രിസ്ത്യൻ പാതിരിമാരും മറ്റും അല്ലെങ്കിൽ പൊതുവെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഏതാ? വെള്ളല്ലേ? ഇത് തന്നെയാണ് ഇന്ത്യൻ ഫ്ലാഗ്. ഈ സാറുമാരത്ത് ഞാൻ പറയുമ്പോ അതാ പറയുന്നേ എന്താ പറയുന്നേ, ഞാനോ സാറോ അല്ല, നമ്മുടെ രാഷ്ട്രത്തിന്റെ അച്ഛനായ, രാഷ്ട്രത്തിന്റെ ബാപ്പയായ, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാ. ഒരു കാര്യം ചെയ്തോ,
ഇപ്പം മറ്റേ മൊബൈലിൽ സ്മാർട്ട് ഫോൺ ആണോ ടൈപ്പ് ചെയ്ത് നോക്കാൻ? ഒന്ന് ഇത് ടൈപ്പ് ചെയ്ത് നോക്കിയോ? എന്ത് അല്ല, ഇത് ഞാൻ കോളേജിൽ കഴിഞ്ഞിട്ട് എനിക്കൊരു സംശയമുണ്ട്, ഇതൊക്കെ തീർക്കാൻ. ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു, പക്ഷെ എന്റെ ഫോണിന്റെ കുഴപ്പമാണ്. ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവര് പറഞ്ഞത് ഇങ്ങോട്ട് കേൾക്കില്ല. അല്ല, അവര് പറഞ്ഞത് കേൾക്കും, ഞാൻ പറഞ്ഞത് കേൾക്കില്ല. ഞാൻ ഒരു 797 നമ്പറിൽ നിന്ന് കുറെ പ്രാവശ്യം അടിച്ചിരുന്നു. ഒരു കാര്യം കൂടെ, ഏപ്രിൽ ഇപ്പം ഏപ്രിലെ വേർഷനിലും പറയുന്നുണ്ട്, ഓഗസ്റ്റിലെ വേർഷനിലും പറയുന്നുണ്ടെന്നാണ് അത് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം ചെയ്താൽ മതി, മഹാത്മാഗാന്ധിയുടെ ഈ മീനിങ് ഓഫ് ഇന്ത്യൻ ഫ്ലാഗ് എന്ന് കൊടുത്തിരുന്നാൽ മതി. വളരെ പ്രമുഖരും പ്രസിദ്ധരുമായ പലരും ഉണ്ട്. നമ്മുടെ ഫ്ലാഗിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ഒരേപോലെ നിൽക്കണം. നമ്മുടെ ഫ്ലാഗിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ 2% ആണ് ക്രിസ്ത്യൻ ജനസംഖ്യ, 80% ഹിന്ദു ജനസംഖ്യ. എന്നിട്ടും രണ്ടിനും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുകയും മറ്റും ചെയ്യുന്നതാണ് ഈ നാടിന്റെ നന്മയും ഐക്യവും മറ്റും. ഒരു കാര്യം ചെയ്തോ, മോൻ ചാറ്റ് GPT ഗ്രോക്കോ ഏതാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചാറ്റ് GPT ഒന്ന് അടിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ എക്സാക്ട് വാക്കുകൾ എടുത്ത് അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ കൂടെ തരാൻ പറഞ്ഞാൽ കൃത്യമായി വായിച്ചിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ. ഞാൻ സാറിത് പറഞ്ഞത് എന്താ, സാറിന്റെ തെളിവുണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു. എന്താ ഡോക്യുമെന്റഡ് ആണെന്ന് പറഞ്ഞപ്പോ അത് സാറിന്മാരെ അത് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സാറിനെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്തോ, ഇതുണ്ടോ, ഇതില് നമ്മുടെ വാട്സപ്പ് ഉണ്ടോ? ഓ, അപ്പൊ വാട്സാപ്പിൽ എനിക്കൊരു ഹായ് ഇട്ടോ, ഞാൻ ഡോക്യുമെന്റും കൂടെ അയച്ചു തരാം. അപ്പൊ അതുകൊണ്ട് സാറിനെ കാണിച്ചിട്ട് റെസ്പോൺസ് പറ. ഓക്കെ, എനിക്കൊരു ഹായ് ഇട്ടാ മതി കേട്ടോ. ഞാൻ മറ്റേ 797 കുറെ പ്രാവശ്യം മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണേ. ഞാൻ ഫിൻലാൻഡിലായിരുന്നു, ഇപ്പൊ എനിക്കൊരു ഹായ് എന്തെങ്കിലും ഇട്ടാൽ ഞാൻ സേവ് ചെയ്തേക്കാം. പേരെന്തായിരുന്നു ഒന്നുകൂടെ പറഞ്ഞോ? എന്റെ മുഹമ്മദ് സഹൽ. ഞാൻ അപ്പൊ പേര് സേവ് ചെയ്തേക്കാം കേട്ടോ. എനിക്കിപ്പം തന്നെ ഒരു ഹായോ എന്തെങ്കിലും അയച്ചു. പിന്നെ ഞാൻ മറ്റേ ഫോൺ, നീ വിളിക്കണ ഫോണല്ല, മറ്റേ ഫോൺ ഏതെങ്കിലും ഒരു ഫോണിൽ നിന്ന് ഇപ്പൊ അടുത്ത 1 മിനിറ്റിനുള്ളിൽ ഹായ് എന്തെങ്കിലും ഇട്ടോ. 1 മിനിറ്റ് കട്ട് ചെയ്യല്ലേ. എന്റെ ഫോൺ എവിടെ? അയച്ചിട്ടുണ്ട് സാർ. അയച്ചിട്ടുണ്ടല്ലേ? ശരി, ഓക്കെ മാം. വീട്ടുകാരോട് അന്വേഷണം പറ. ശരി, വീട്ടുകാരോടെല്ലാം അന്വേഷണം പറ. ശരി. പിന്നെ സാറിന്റെ സ്ഥലം? ഞാൻ തിരുവനന്തപുരം. എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോ വിളിക്കാം. മോനെ എവിടെ സ്ഥലം? എവിടെ? ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി സ്കൂളിലാണ് പഠിക്കുന്നത്, ഗവൺമെന്റ് സ്കൂളിൽ. സന്തോഷം കേട്ടോ. ശരി, ഓക്കെ, ശരി.